Good morning, all of you. Definition. Let alpha be a loop in S1 with base point 1. So S1 is our unit circle. So alpha is a loop in S1 and the base point of alpha is 1. The covering path property ensures that there is exactly one covering path alpha tilde of alpha with initial point 0. അല്ലേ നമുക്ക് covering path property എന്തുണ്ട് ഒരു unique covering path alpha tilde of alpha ഉണ്ടായിരിക്കും with initial point 0. Since 1 is equal to alpha of 1 ആണ് base point 1 ആയത് കാരണം alpha of 0 equal to alpha of 1 equal to 1 ആയിരിക്കും. Alpha of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് alpha is equal to p composition alpha tilde ആണ്. Therefore alpha of 1 is equal to p alpha tilde of 1 ആണ്. That is equal to e raised to 2 pi I alpha tilde of 1 അല്ലേ p alpha tilde p composition alpha tilde എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is e raised to 2 pi I alpha tilde of 1 ആണ്. പക്ഷെ നമുക്കറിയാം എപ്പോഴാണ് e raised to 2 pi it ഒരു ഇൻറ്റിജർ ആവണമെങ്കിൽ t എന്ന് പറയുന്നത് എന്തായിരിക്കണം അല്ല e raised to 2 pi it 1 ആവണമെങ്കിൽ t എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം. സോ ഇവിടെ e raised to 2 pi I alpha tilde of 1 is equal to 1, then alpha tilde of 1 must be an integer അല്ലേ നമുക്ക് റിസൾട്ട് ഉണ്ട് e raised to 2 pi it is equal to 1 whenever t is an integer. So ഇവിടെ നമുക്ക് എന്ത് കിട്ടി 1 is equal to alpha of 1 ആണ്. alpha of 1 നെ നമുക്ക് p alpha tilde of 1 എന്ന് എഴുതാം. p alpha tilde of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ p ന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് അത് e raised to 2 pi I alpha tilde of 1 ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1 is equal to e raised to 2 pi I alpha tilde of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then alpha tilde of 1 must be an integer. This integer is called the degree of the loop alpha. അപ്പോൾ degree of the loop alpha എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ alpha tilde of 1 എന്ന് പറയുന്ന വാല്യൂ ഒരു ഇൻറ്റിജർ ആവുന്ന സമയത്തുള്ള ആ ഒരു ഇൻറ്റിജർ വാല്യൂവിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദി ലൂപ്പ് ആൽഫ എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ ആൽഫ ഒരു ലൂപ്പ് ഇൻ S1 ആണ് വിത്ത് ബേസ് പോയിന്റ് 1 ആണ്. യൂണിറ്റ് സർക്കിളിലുള്ള ഒരു ലൂപ്പാണ് ആൽഫ, അതിൻ്റെ ബേസ് പോയിന്റ് 1 ആണെങ്കിൽ കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാക്ട്ലി 1 കവറിംഗ് പാത്ത് ഉണ്ടായിരിക്കും ആൽഫ ടിൽഡ ഓഫ് ആൽഫ വിത്ത് ഇനീഷ്യൽ പോയിന്റ് 0. അതായത് കവറിംഗ് പാത്തിൻ്റെ ഇനീഷ്യൽ പോയിന്റ് 0 ആയിരിക്കും. സിൻസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പിൻ്റെ ബേസ് പോയിന്റ് ആയത് കാരണം ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ ഓഫ് 1 ആണ്. പക്ഷേ കവറിംഗ് പാത്ത് യൂസ് ചെയ്തിട്ട് ആൽഫേനെ നമുക്ക് പി ആൽഫ ടിൽഡ ഓഫ് 1 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഓഫ് പി e raised to 2 pi I alpha tilde of 1 ആണ്. പക്ഷേ e raised to 2 pi I alpha tilde of 1 equal to 1 implies alpha tilde of 1 is an integer and this integer is called the degree of the loop alpha. Theorem. Two loops alpha and beta in S1 with base point 1 are equivalent if and only if they have same degree. അപ്പോൾ സർക്കിളിലുള്ള 2 ലൂപ്സ് ആൽഫ ആൻഡ് ബീറ്റ ഇൻ S1 എന്ന് പറയുന്നത് S1 യൂണിറ്റ് സർക്കിളാണ്. സോ ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിലുള്ള 2 ലൂപ്സ് ആണ് വിത്ത് ബേസ് പോയിന്റ് 1. ആൽഫയുടെയും ബീറ്റയുടെയും ബേസ് പോയിന്റ് 1 ആണ്. Then these 2 loops are equivalent if and only if they have same degree. അപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ 2 ലൂപ്സ് യൂണിറ്റ് സർക്കിളിലുള്ള 2 ലൂപ്സ് ഈക്വലൻ്റ് ആണെങ്കിൽ അവർക്ക് സെയിം ഡിഗ്രി ആയിരിക്കും. അതുപോലെ അവർക്ക് സെയിം ഡിഗ്രി ആണെങ്കിൽ ആ 2 ലൂപ്സും ഈക്വലൻ്റ് ആയിരിക്കും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ 2 സൈഡിലോട്ടും ഇംപ്ലിക്കേഷൻസ് പറയാൻ പറ്റും. പ്രൂഫ്. Let alpha tilde and beta tilde denote the covering paths of alpha and beta respectively having initial point 0 in R. അപ്പോൾ നമുക്ക് കവറിംഗ് പാത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആൽഫയുടെ കവറിംഗ് പാത്താണ് ആൽഫ ടിൽഡ എന്നും ബീറ്റയുടെ കവറിംഗ് പാത്താണ് ബീറ്റ ടിൽഡ എന്നും അസ്യൂം ചെയ്തു. ഈ കവറിംഗ് പാത്തിൻ്റെ ഇനീഷ്യൽ പോയിന്റുകൾ 0 അസ്യൂം ചെയ്തു. Suppose first that alpha and beta have same degree so that alpha tilde of 1 equal to beta tilde of 1.
അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്തു എന്ത് ആൽഫയ്ക്കും ബീറ്റയ്ക്കും സെയിം ഡിഗ്രിയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആൽഫയും ബീറ്റയും ഈക്വലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. സോ ആദ്യം നമ്മൾ അസ്യൂം ചെയ്തു ആൽഫ ആൻഡ് ബീറ്റ ആർ ഹാവിങ് സെയിം ഡിഗ്രി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആൽഫയും ബീറ്റയും ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആൽഫയുടെയും ബീറ്റയുടെ ഇടയിൽ ഒരു ഹോമോടോപ്പി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാലല്ലേ ഈക്വലൻ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ആൽഫയ്ക്കും ബീറ്റയ്ക്കും സെയിം ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനേഷൻ ഓഫ് ഡിഗ്രി ആൽഫ ടിൽഡ ഓഫ് 1 ആണല്ലോ, ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ആ ഇൻറ്റിജറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദി ലൂപ്പ് ആൽഫ എന്ന് വിളിക്കുന്നത്. സോ ആൽഫയുടെ ഡിഗ്രി ആൽഫ ടിൽഡ ഓഫ് 1 ആണ്, ബീറ്റയുടെ ഡിഗ്രി ബീറ്റ ടിൽഡ ഓഫ് 1 ആണ്. സോ ആൽഫ ടിൽഡ ഓഫ് 1 ഈക്വൽ ടു ബീറ്റ ടിൽഡ ഓഫ് 1 ആണെന്ന് അസ്യൂം ചെയ്തു. ഡിഫൈൻ എ ഹോമോടോപ്പി എച്ച് ഫ്രം ഐ ക്രോസ് ഐ ടു ആർ ബൈ എച്ച് ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എസ് ഇൻറ്റു ആൽഫ ടിൽഡ ഓഫ് ടി പ്ലസ് എസ് ഇൻറ്റു ബീറ്റ ടിൽഡ ഓഫ് ടി വേർ ടി എസ് ബിലോങ്സ് ടു ഐ ക്രോസ് ഐ. സോ എച്ച് എന്ന് പറയുന്ന ഹോമോടോപ്പി ഐ ക്രോസ് ഐയിൽ നിന്ന് ആറിലോട്ട് ഡിഫൈൻ ചെയ്തു ബൈ എച്ച് ഓഫ് ടി എസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എസ് ഇൻറ്റു ആൽഫ ടിൽഡ ഓഫ് ടി പ്ലസ് എസ് ഇൻറ്റു ബീറ്റ ടിൽഡ ഓഫ് ടി. അതായത് നമ്മുടെ കയ്യിലുള്ള കവറിംഗ് പാർട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൽഫയുടെയും ബീറ്റയുടെ ഇടയിലുള്ള ഹോമോടോപ്പി ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ എച്ച് ഡെമോൺസ്ട്രേറ്റ്സ് ദി ഇക്വലൻസ് ഓഫ് ആൽഫ ടിൽഡ ആൻഡ് ബീറ്റ ടിൽഡ ആസ് പാർട്സ് ഇൻ ആർ അല്ലേ? കാരണം എച്ച് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. എച്ച് ഓഫ് ടി 0 ഇസ് ഈക്വൽ ടു ആൽഫ ടിൽഡ ഓഫ് ടി പ്ലസ് 0 വരും. സോ എച്ച് ഓഫ് ടി 0 ആൽഫ ടിൽഡ ഓഫ് ടി ആണെന്ന് കിട്ടും. സിമിലർലി എച്ച് ഓഫ് ടി 1 ഇസ് ഈക്വൽ ടു 1 ആകുമ്പം ദാറ്റ് വിൽ ബി ബീറ്റ ടിൽഡ ഓഫ് ടി. എച്ച് ഓഫ് 0s എന്ന് പറയുമ്പോൾ when t equal to 0 that will be 1 minus s into alpha tilde of 0 plus s into beta tilde of 0. അതിൽ s into ആൽഫ ടിൽഡയും ബീറ്റ ടിൽഡയും ഇനീഷ്യൽ പോയിന്റ് 0 ആയ കാരണം ആ ടേം എല്ലാം 0 ആയി പോകും. സോ ബാക്കി നമുക്ക് ആൽഫ ടിൽഡ ഓഫ് 0 വരും. ദാറ്റ് വിൽ ബി 0 ബേസ് പോയിന്റ് തന്നെ വരും. അതുപോലെ എച്ച് ഓഫ് 1s നമുക്ക് സെയിം തന്നെ വരും, ബേസ് പോയിന്റ് തന്നെ കിട്ടും. സോ അത് ഹോമോടോപ്പിയുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഫ ടിൽഡയും ബീറ്റ ടിൽഡയും ഹോമോടോപ്പിക് ആണ്. അതർവൈസ് ദേ ആർ ഈക്വലന്റ് ആസ് പാർട്സ് ഇൻ ആർ എന്ന് പറയാം. Note in particular that h of 1s is the common degree of alpha and beta for each s in I. അപ്പോൾ h of 1s ആണ് when t equal to 1, h of 1s ആണ് common degree of alpha and beta for each s in I. The homotopy pH from I cross I to S1 shows the equivalence of alpha and beta as loops in S1. ഇനി നമുക്ക് ഇപ്പോൾ ആറിലുള്ള ഇക്വലൻസ് ആണ് കിട്ടിയത് ആൽഫ ടിൽഡയുടെയും ബീറ്റ ടിൽഡയുടെയും. സോ ഈ ഹോമോടോപ്പിനെ പി വെച്ച് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിഫ്റ്റിംഗ് അതിനെ നമുക്ക് S1 ഉള്ളൊരു ലിഫ്റ്റിംഗ് ആയി കിട്ടും. അതായത് അതിൻ്റെ കവറിംഗ് പാർട്സ് യൂസ് ചെയ്തിട്ട് കവറിംഗ് പാർട്സുകൾ ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. എന്നിട്ട് ആ ഈക്വലൻസിന് യൂസ് ചെയ്ത ഹോമോടോപ്പിനെ പി എന്ന് പറയുന്ന ഫംഗ്ഷനുമായി കമ്പോസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദി ഈക്വലൻസ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആസ് ലൂപ്സ് ഇൻ S1. അപ്പോൾ പി എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഐ ക്രോസ് ഐയിൽ നിന്ന് S1 ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എന്തെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും? അത് ഒരു ഹോമോടോപ്പി ആയിരിക്കും ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. അത് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ, ആൽഫ ടിൽഡയും ബീറ്റ ടിൽഡയും ഈ എച്ച് യൂസ് ചെയ്ത് ഹോമോടോപ്പിക് ആയത് കാരണം പി യൂസ് ചെയ്ത് പി കമ്പോസിഷൻ എച്ച് എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി എ ലിഫ്റ്റിംഗ് ടു S1. Therefore you proved that alpha and beta are equivalent as loops in S1. Now conversely, suppose that alpha and beta are equivalent loops in S1 and ഇവർ equivalent ആയതുകൊണ്ട് തന്നെ അവർക്കിടയിലൊരു ഹോമോടോപ്പി K എക്സിസ്റ്റ് ചെയ്യും ഫ്രം I cross I to S1.
സോ ആൽഫയും ബീറ്റയും ഈക്വലന്റ് ലൂപ്സ് ഇൻ S1 ആയത് കാരണം ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഇടയിൽ ഒരു ഹോമോടോപ്പി എക്സിസ്റ്റ് ചെയ്യും K ഫ്രം I ക്രോസ് I to S1. ദാറ്റ് ഈസ് എ ഹോമോടോപ്പി സച്ച് ദാറ്റ് K of T0 equal to alpha of T, K of T1 is equal to beta of T, K of 0s is equal to K of 1s is equal to 1. That is the base point 1. Where S is an element of I. അല്ലേ ആൽഫയും ബീറ്റയും ഈക്വലന്റ് ലൂപ്സ് ആണ് S1ലുള്ള ഈക്വലന്റ് ലൂപ്സ് ആണ് വിത്ത് ബേസ് പോയിന്റ് 1 ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഹോമോടോപ്പി K എക്സിസ്റ്റ് ചെയ്യും. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഹോമോടോപ്പി എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്കറിയാം എന്ത് കവറിങ് ഹോമോടോപ്പി പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കവറിങ് ഹോമോടോപ്പി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ദർ ഈസ് എ കവറിങ് ഹോമോടോപ്പി K tilde ഫ്രം I ക്രോസ് I to R സച്ച് ദാറ്റ്, അതായത് കവറിങ് ഹോമോടോപ്പിയുടെ റേഞ്ച് എപ്പോഴും റിയൽ ലൈനിലോട്ടാവും, അതായത് റിയൽ ലൈനിലോട്ടുള്ള ലിഫ്റ്റിംഗ് ആണ് covering homotopy പറയുന്നത്. So there is a covering homotopy K tilde from I cross I to R such that K tilde of 0 0 equal to 0. അതായത് ഈ കവറിംഗ് ഹോമോടോപ്പിയുടെ ഇനീഷ്യൽ പോയിന്റ് ഈസ് 0 ആൻഡ് പി കമ്പോസിഷൻ K tilde is equal to K. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കവറിംഗ് ഹോമോടോപ്പിയാണ് എക്സിസ്റ്റ് ചെയ്യുക. കവറിംഗ് ഹോമോടോപ്പി പ്രോപ്പർട്ടിയിൽ നിന്ന് യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള K എന്ന് പറയുന്ന ഹോമോടോപ്പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കവറിംഗ് ഹോമോടോപ്പി K tilde ഫ്രം I ക്രോസ് I to R such that K tilde of 0 0 equal to 0 and PK tilde equal to K എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. Then pk tilde of 0s is equal to എന്തായിരിക്കും? pk tilde equal to k ആയത് കാരണം pk tilde of 0s is equal to k of 0s ആയിരിക്കും. പക്ഷെ k of 0s എന്തായിരുന്നു? ബേസ് പോയിന്റ് 1 ആയിരുന്നു. സോ ദിസ് is equal to 1. അതായത് pk tilde of 0s is equal to 1 whereas element of I. പക്ഷെ നമുക്കറിയാം p എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് p കമ്പോസിഷൻ pk tilde of 0s എന്ന് പറയുന്നത് e raised to 2pi I k tilde of 0s ആണ്. സോ അത് 1 ആവണമെങ്കിൽ k tilde of 0s എന്തായേ പറ്റുള്ളൂ? ഒരു ഇൻറ്റിജർ ആയേ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ഡിഗ്രി ഓഫ് ദി ലൂപ്പ് പറയുന്ന സമയത്ത് പറഞ്ഞ ആർഗ്യുമെന്റ് യൂസ് ചെയ്തിട്ട് ഒരു p എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് pk tilde of 0s എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to 2pi I k tilde of 0s ആണ്. അത് നമുക്ക് 1 എന്ന വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ അതെപ്പോഴാണ് 1 ആവുക? K tilde of 0s എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ആവുന്ന സമയത്താണ്. സോ K tilde of 0s മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ ഫോർ ഈച്ച് വാല്യൂ ഓഫ് S. സിൻസ് I ഈസ് കണക്റ്റഡ്, I എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1 ആണ്, അത് കണക്റ്റഡ് ആയത് കാരണം K tilde of 0s മസ്റ്റ് ഹാവ് K tilde of 0s must have only one value K tilde of 0 0 which is equal to 0. ഇത് നമ്മൾ കവറിങ് പാത്ത് പ്രോപ്പർട്ടിയിൽ യുണീക്നെസ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്ത് I എന്ന് പറയുന്ന ഇൻ്റർവെല് കണക്റ്റഡ് ആണ്. K tilde of 0s ഒരു ഇൻറ്റിജർ വാല്യൂ ആയത് കാരണം അതിന് എന്തേലും ഒരു യുണീക്ക് വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. കാരണം K tilde of 0 0 ഓൾറെഡി നമുക്ക് 0 ആണെന്ന് കയ്യിലുണ്ട്. ഇനീഷ്യൽ പോയിന്റ് 0 ആണ് K tildeയുടെ. അതുകൊണ്ട് തന്നെ K tilde of 0s ത്രൂ ഔട്ട് 0 എന്ന് പറയുന്ന ഒരൊറ്റ ഇൻറ്റിജർ വാല്യൂ മാത്രമേ അതിനെ അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ, കാരണം I കണക്റ്റഡ് ആയതുകൊണ്ട്. A similar argument shows that K tilde of 1s is also a constant function. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? K tilde of 1s ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. Since pk tilde of T0 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ദാറ്റ് ഇസ് K of T0 ആണ്. കാരണം pk tilde ഈക്വൽ ടു K ആണല്ലോ. അതുകൊണ്ട് pk tilde of T0 എന്ന് പറഞ്ഞാൽ ഈ ഡോട്ട് എന്ന് പറയുന്നത് ടീനെയാണ് നമ്മൾ ആർബിട്രറി ആയിട്ടുള്ള വേരിയബിൾ ആണ്. സോ T എന്ന് വിളിക്കുകയാണ് ഞാൻ അതിനെ. അതുകൊണ്ട് pk tilde of T0 ഇസ് ബൈ ഡെഫിനിഷൻ K of T0 ആണ്. പക്ഷെ K of T0 ഈസ് ആൽഫ ഓഫ് T ആണ് അല്ലേ? നമ്മുടെ ഹോമോടോപ്പി K ഈസ് എ ഹോമോടോപ്പി ബിറ്റ്വീൻ alpha and beta, therefore K of T0 is equal to alpha of T ആണ്. Similarly pk tilde of T1 എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എന്തായി പോവും?
k of t1 ആയി പോവും. പക്ഷെ k is a homotopy between alpha and beta. Therefore k of t1 is equal to beta of t ആണ്. Then k tilde of t0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ ടിൽഡ ആയിരിക്കും. ആൻഡ് k tilde of t1 is equal to beta tilde. അത് യൂണീക് കവറിംഗ് പാർട്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ. അപ്പോൾ നമ്മൾ pk tilde of t0 equal to alpha of t എന്ന് കിട്ടിയത് കൊണ്ട് ഇവിടുത്തെ കവറിംഗ് പാത്ത് ആൽഫ ടിൽഡ ആയിട്ട് ആരെ ചൂസ് ചെയ്താൽ മതി? k tilde of t0നെ ചൂസ് ചെയ്താൽ മതി. അതേപോലെ pk tilde of t1 is equal to beta of t കിട്ടിയത് കാരണം ബീറ്റയുടെ കവറിംഗ് പാത്തായിട്ട് ആരെ ചൂസ് ചെയ്യണം? k tilde of t1നെ ചൂസ് ചെയ്യണം. അതായത് ബീറ്റ ടിൽഡ is equal to k tilde of t1 ആയിട്ട് എടുത്താൽ മതി. ദെൻ k tilde of t0 is equal to alpha tilde. അതിനെ നമ്മൾ ജസ്റ്റ് നെയിം ചെയ്തു, ആൽഫ ടിൽഡ എന്ന് വിളിച്ചു. അതേപോലെ k tilde of t1നെ ബീറ്റ ടിൽഡ എന്ന് വിളിച്ചു. അപ്പോൾ ഈ ആൽഫ ടിൽഡയും ബീറ്റ ടിൽഡയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ദീസ് ആർ ദി യുണീക് കവറിംഗ് പാർട്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ റെസ്പെക്റ്റീവ്ലി വിത്ത് ഇനീഷ്യൽ പോയിന്റ് 0 അല്ലേ? ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് k tildeയുടെ ഇനീഷ്യൽ പോയിന്റ് നമുക്ക് 0 ആണ് കിട്ടിയിട്ടുണ്ട്. ദസ് ഡിഗ്രി ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ബൈ ഡെഫിനിഷൻ? ദാറ്റ് ഇസ് ആ യൂണീക് കവറിംഗ് പാത്തിൻ്റെ വാല്യൂ അറ്റ് 1 ആണ്. സോ ആൽഫ ടിൽഡ ഓഫ് 1 ആണ്. ഡിഗ്രി ഓഫ് ആൽഫ ഈക്വൽ ടു ആൽഫ ടിൽഡ ഓഫ് 1 ആണ്. പക്ഷെ ആൽഫ ടിൽഡ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി k tilde of 1 0 ആയിരിക്കും അല്ലേ? ആൽഫ ടിൽഡ ഓഫ് t എന്ന് പറഞ്ഞാൽ k tilde of t 0 ആണ്. സോ ആൽഫ ടിൽഡ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k tilde of 1 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു k tilde of 1 0. ദാറ്റ് ഈസ് ഈക്വൽ ടു k tilde of 1 1. കാരണം k tilde ഓഫ് 1t എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് അല്ലേ? നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിമിലർ ആർഗ്യുമെന്റ് ഷോസ് ദാറ്റ് k tilde of 1 s is also a constant function. So k tilde of 1 0യും k tilde of 1 1ഉം സെയിം വാല്യൂസ് ആയിരിക്കും. s എന്ന് പറയുന്ന വേരിയബിൾ ഏത് വേരിയബിൾ ആയിക്കഴിഞ്ഞാലും k tilde of 1 s എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. സോ therefore k tilde of 1 0 is equal to k tilde of 1 1. പക്ഷെ k tilde of 1 1 is by definition എന്താണ്? beta tilde of 1 അല്ലേ? k tilde of t1 is equal to beta tilde of t എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. സോ k tilde of 1 1 is equal to beta tilde of 1 ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. സോ k tilde of 1 1 is equal to beta tilde of 1. പക്ഷെ ബീറ്റ ടിൽഡ ഓഫ് 1 എന്താണ് ബൈ ഡെഫിനിഷൻ? ദാറ്റ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ബീറ്റ അല്ലേ? ബീറ്റയുടെ കവറിംഗ് പാത്താണ് ബീറ്റ ടിൽഡ. സോ അതിൻ്റെ വാല്യൂ ആയിട്ട് 1 ആണ് ഡിഗ്രി ഓഫ് ബീറ്റ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡിഗ്രി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ബീറ്റ എന്ന് കിട്ടി. സോ ആൽഫ ആൻഡ് ബീറ്റ മസ്റ്റ് ഹാവ് സെയിം ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഫയും ബീറ്റയും ഈക്വലൻ്റ് ആണെന്ന് അസ്യൂം ചെയ്തു. സോ അവർക്കിടയിൽ ഒരു ഹോമോടോപ്പി കെ എക്സിസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് കവറിങ് ഹോമോടോപ്പി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആ കേക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു കെ ടിൽഡ എന്ന് പറയുന്ന കവറിങ് ഹോമോടോപ്പി കിട്ടും. അപ്പം നമുക്ക് പി കെ ടിൽഡ ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് കെ ടിൽഡ ഒരു ഇൻഡിജർ വാല്യൂ ആയിരിക്കണം. അപ്പം നമുക്ക് കെ ടിൽഡ ഓഫ് 0t ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. കെ ടിൽഡ ഓഫ് 1s എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. പിന്നെ നമുക്ക് പി കെ ടിൽഡ ഈക്വൽ ടു പി കെ ടിൽഡ ഓഫ് t0 എന്ന് പറയുന്നത് ആൽഫ ഓഫ് ടിയും പി കെ ടിൽഡ ഓഫ് t1 എന്ന് പറയുന്നത് ബീറ്റ ഓഫ് ടിയും കിട്ടിയത് കാരണം കെ ടിൽഡ ഓഫ് t0നെ നമ്മൾ ആൽഫയുടെ കവറിംഗ് പാത്തായി എടുത്തു, ആൽഫ ടിൽഡ ആയി എടുത്തു. അതേപോലെ കെ ടിൽഡ ഓഫ് t1നെ ബീറ്റയുടെ കവറിംഗ് പാത്ത് ബീറ്റ ടിൽഡ ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുക്കും ഡിഗ്രി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ബീറ്റ. സോ ആൽഫ ആൻഡ് ബീറ്റ മസ്റ്റ് ഹാവ് സെയിം ഡിഗ്രി. അപ്പോൾ നമ്മൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇംപ്ലിക്കേഷൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. സോ ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ പേഴ്സണലി. പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് യുവർ ഡൗട്ട്സ് ആൻഡ് ക്ലാരിഫൈ യുവർ ഡൗട്ട്സ് അറ്റ് ദി ഏർലിയസ്റ്റ്. ഡൗട്ട്സ് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ നെക്സ്റ്റ് ടോപ്പിക്ക് പഠിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അതും മനസ്സിലാവില്ല ഇതും മനസ്സിലാവില്ല എന്നുള്ള അവസ്ഥയാവും. എല്ലാ ഡൗട്ടും അപ്പം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ യു. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.